കേരളത്തിൽ ഇടിമിന്നൽ മൂലമുള്ള അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ വൈദ്യുത പ്രവാഹങ്ങളിലൊന്നാണ് ഇടിമിന്നൽ. എന്തുകൊണ്ടാണ് മിന്നൽ അപകടകാരികളാകുന്നതെന്ന് പരിശോധിക്കാം. നിനക്കെന്താണ് വട്ടാണ്? ഈ വെയിലൊക്കെ ഇപ്പൊ അങ്ങ് പോകും. കുറച്ച് കഴിയുമ്പോ കണ്ടോണം ബാറ്റും തലയും വെച്ചിട്ട് നമ്മളെല്ലാവരും ഓടുന്നത്. എടാ ഈ ന്യൂസ് നീ ഒന്ന് കണ്ടു നോക്ക്. എന്തോ ന്യൂസാ? ഒന്ന് കാണിച്ചേ. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്. ഇത് കണ്ടോ? എടാ ഇത് ഇടുക്കി എറണാകുളം ഒക്കെ അല്ലേ? നമ്മൾ ആലപ്പുഴയാ. ആലപ്പുഴയ്ക്ക് കുഴപ്പമില്ല. എടാ ഇടുക്കി എറണാകുളത്തിന്റെ ഒന്നും അല്ല. സത്യം പറഞ്ഞാൽ കുറച്ച് പേടിയുണ്ടേ. നാണം ഉണ്ടോ ഇങ്ങനെ പേടിക്കാൻ? ഇത്ര വയസ്സായില്ലേ? ഒന്ന് നമ്മള് കൊച്ചുകൂടെ ആൾക്കാർ നമ്മൾ പേടിക്കാൻ പാടില്ല. മിന്നലൊക്കെ നമുക്ക് മിന്നാമിന്നി പോവാ. നീ ഇതാ എനിക്ക് മിന്നൽ മിന്നാമിനിക്കാണ്. പരിപാടാ അല്ലേ? ഒരു കാര്യം ചെയ്യാം. നീ ബോളറി, ഞാൻ ബാറ്റ്. നമുക്ക് പണ്ട ചെയ്ത് ഇട്. എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ഇട് വാടാ, നിക്ക്. മിന്നലടിയേക്കുമ്പോ ഒരു മനുഷ്യ ശരീരത്തിലേക്ക് 1000 ജൂൾസ് എനർജിയാണ് കയറി ചെല്ലുന്നത്. അപ്പൊ അത്രയും എനർജി ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങാനുള്ള ശേഷിയില്ല. അതുകൊണ്ടാണ് മിന്നലടിക്കുന്ന സമയത്ത് ആളുകളൊക്കെ മരിച്ചു വീഴുന്നത്. എന്നാലും നീ എന്താ ചാവാഞ്ഞേ? ഞാൻ ചാത്താണ് ഇതിന്റെ പ്രശ്നം. അയ്യടാ ഞാൻ പറഞ്ഞൊരു വിഷമമുണ്ടല്ലോ. അതിപ്പം ആരായാലും അമ്മാതിരിയല്ലേ? അതല്ല, മിന്നലടിച്ചിട്ടെ ഈ ചത്തൊന്നും ഇല്ല. മിന്നൽ മുരളി സുഭാഷേ, പിന്നെ നീ ഒരു കാര്യം തീരുമാനിച്ചോ? ഇനി മുന്നേ സാധാ സുരേഷ് അല്ല, മിന്നൽ സുരേഷ്.